ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു ടോയ് ആയിട്ടാണ് കേട്ടോ. അപ്പം ഏത് മോഡലാണെന്നല്ലേ? അപ്പോൾ അതാണ് നിങ്ങൾ ഈ കാണുന്ന റോൾസ് റോയ്സിൻ്റെ ഫാൻറ്റം മോഡലാണ് കേട്ടോ. അപ്പോൾ അപ്പോൾ ഇത് വന്നേക്കുന്ന ബോക്സാണ്. അതിൻ്റെ പാക്കിംഗ് ഒക്കെ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അത്യാവശ്യം തിരക്കേടില്ലാത്ത പാക്കിംഗ് ഒക്കെയാണ്. നമ്മളിത് ബോക്സ് ഓപ്പൺ ചെയ്തില്ല, നമ്മൾ അൺബോക്സ് ചെയ്യുകയാണ്. അതിനു മുമ്പ് ആ ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് ഞാൻ പറഞ്ഞുതരാം. അത് തന്നെ ഡൈകാസ്റ്റ് മോഡലാണ്. 1:32 സ്കെയിലാണ് വന്നേക്കുന്നത്. ബിഗ് ഫൺ ടോയ്സ്. പിന്നെ 3+ ഏജസ് ആണ് കൊടുത്തേക്കുന്നത്. ഡൈകാസ്റ്റ് ഫാൻ്റെ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാറ്ററി വാണിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അത് കുറച്ച് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ലൈറ്റ് ഫങ്ഷനാണ്, പിന്നെ സൗണ്ട് ഫങ്ഷനുണ്ട്, പിന്നെ പുൾ ബാക്കാണ്, പിന്നെ ഡോർ ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന് ഉള്ളത്. ഏകദേശം ഒരു 300 രൂപയ്ക്ക് അടുത്ത് പ്രൈസ് റേഞ്ച് വരുന്ന ടോയ് ആണ് കേട്ടോ. അങ്ങനെ ഡൈകാസ്റ്റ് ഓൾ കാർ മോഡൽ അങ്ങനെയൊക്കെയാണ് ബോക്സിൽ കൊടുത്തേക്കുന്നത്. പിന്നെ നോൺ റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററിയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ബോക്സിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. നമുക്കിനി ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന പാക്കിങ് ഇങ്ങനെയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിലാണ് ഈ ടോയ് വന്നേക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ടോയ് കാറ്. റോൾസ് റോയ്സ് ഫാൻറ്റം മോഡൽ ടോയ് ആണ് കേട്ടോ. ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടൊരു ടോയ്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വന്നേക്കുന്നത്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഡീറ്റെയിലിംഗ് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആകെ മൊത്തമുള്ള ലുക്ക്. നമുക്ക് ഓരോന്നൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് ലുക്ക് നോക്കുവാണെങ്കിൽ ഇതാണ് ഫ്രണ്ട് ലുക്ക് വരുന്നത്. ഫ്രണ്ട് ഗ്ലാസ് ആണ്. അതിന് ചെറിയ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട്. അതൊരു സൈഡിലോട്ട് ചെരിഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷേ അത് നമുക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബോണറ്റാണ്. അപ്പോൾ അതിൻ്റെ ആ ലോഗോ അത് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നതാണ്. ഇതിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്യാവേ. അപ്പോൾ ഓപ്പൺ ചെയ്തുള്ള ആ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഫ്രണ്ട് ആ ഗ്രില്ല്, പിന്നെ ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ. ആ ലൈറ്റൊക്കെ തെളിയുന്നതാണ്. വർക്ക് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഫാൻറ്റം എന്നുള്ള ഗ്രില്ലിൽ കൊടുത്തേക്കുന്നു. ഫാൻറ്റം എന്ന് എഴുതിയിട്ടുണ്ട്. അതൊരു സിൽവർ കളറിൽ കൊടുത്തേക്കുന്നു. പിന്നെ അതിൻ്റെ ബമ്പറും കാര്യങ്ങളൊക്കെ ഡിസൈനാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനും കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ആ ഫ്രണ്ടിൽ നിന്നുള്ള ആ ലുക്ക്. പിന്നെ സൈഡ് ലുക്ക് നോക്കുവാണെങ്കിൽ ആ ഒരു ഗോൾഡൻ ഒരു ലൈന് അങ്ങ് ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ ഒരു ഗോൾഡൻ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് അതിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്തുള്ള ആ ഇൻസൈഡ് വ്യൂ കാണിച്ചു തരാം നിങ്ങളെ. പിന്നെ വീല് വന്നേക്കുന്നത് റബ്ബർ മെറ്റീരിയലാണ്. നല്ല ഡിസൈനുള്ള അലോയ്സും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പ്ലാസ്റ്റിക്കാണ്. ഇത് ഫുള്ളി മെറ്റലാണ് കേട്ടോ. ഇതിൻ്റെ ബോഡി വരുന്നത് മൊത്തം മെറ്റലാണ്. ഒരു പ്രൗഡി ലുക്കാണ്. കാരണം റോൾസ് റോയ്സിൻ്റെ ഒക്കെ ആകുമ്പോൾ ഒരു പ്രൗഡി ലുക്കാണല്ലോ വരുന്നത്. ആ ഒരു ഫീല് നമുക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ആ ഗ്ലാസ്സിനും ഇവിടെ ഒരു ചെറിയ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട്. ഒരു സൈഡിലേക്ക് ഇങ്ങനെ കോൺ തെറ്റിയിരിക്കുന്ന പോലെയാണ് കേട്ടോ. ഒരു ചെറിയ വിടവൊക്കെ ഉണ്ട്. ചെറിയൊരു ഗ്യാപ്പൊക്കെ അതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ബാക്കിലെ ടെയിൽ ലാമ്പൊക്കെ അതൊക്കെ പെയിൻറ്റിങ് ആണ് കേട്ടോ. പിന്നെ ഫാൻറ്റം എന്ന് എഴുതിയേക്കുന്നത് എല്ലാം പെയിൻറ്റിങ് ആണ് കൊടുത്തേക്കുന്നത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ ഒക്കെ നമുക്ക് ഇൻറ്റീരിയർ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. ചെറിയ തോതിൽ ഒത്തിരി ഒന്നും പ്രതീക്ഷിക്കേണ്ട, കാരണം ഇതിന് ഇത്രയൊക്കെ വിലയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അത് തന്നെ നോക്കുമ്പോൾ ആ സൺറൂഫാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. നല്ല ക്ലിയർ ആയിട്ട് ഇൻസൈഡൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു. നല്ല രീതിയിൽ സൺറൂഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിവശമാണ്. അതാണ് സ്പീക്കർ കൊടുത്തേക്കുന്നത്. ഇതാണ് സ്പീക്കർ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സ്റ്റിക്കറുണ്ട്. ആ സ്റ്റിക്കർ ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് വർക്കാകും. അതുപോലെ തന്നെ സ്പീക്കറും വർക്കാകും കേട്ടോ. സൗണ്ട് കേൾക്കുവേ, മ്യൂസിക് കേൾക്കും. അതിനുവേണ്ടി പ്രത്യേക സ്വിച്ചോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ തനിയെ വർക്കാവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു പുൾ ബാക്ക് ആക്ഷൻ ടോയ് ആണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോയ്, റോൾസ് റോയ്സിൻ്റെ ഫാൻറ്റം മോഡൽ. അപ്പോൾ ഇതൊക്കെ കയ്യിലുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക ഉണ്ടെങ്കിൽ. പിന്നെ ഇത് മേടിക്കാൻ ആഗ്രഹമുള്ളവരൊന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനലിലൂടെ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. എല്ലാവരോടും ബൈ.